അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റിയാദുസ് സ്വാലിഹീനിൽ നിന്ന് 55-ാമത്തെ ബാബ്, സുഹുദിന്റെ ശ്രേഷ്ഠത. ദുനിയാവിൽ നിന്ന് കുറഞ്ഞത് സ്വീകരിക്കുക, അതായത് ചെറിയ മട്ടിൽ ജീവിക്കുക എന്നതും, അതുപോലെ ആവശ്യത്തുള്ളത്ര മാത്രം കിട്ടുക എന്നത്, അതൊക്കെ ശ്രേഷ്ഠതയുള്ളതായിട്ടിക്കട് എന്ന് വിവരിക്കുന്ന ആ ബാബ്. അതിൽ തുടക്കത്തിൽ കൊണ്ടുവന്ന ഒരുപാട് ആയത്തുകളുണ്ട്. അതിൽ കൊറിയൻ അങ്ങ് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ച എൻ്റെ അതിനെ ബാക്കിയായിട്ടിക്കട് ഇനി അത് വിശദീകരിക്കോ പോണ്ടത്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ചൊല്ലെ, മനുഷ്യന്മാർക്ക് അള്ളാഹു തആല ഭംഗിയാക്കി അങ്ങനെ കണ്ണുക്ക് കാണിക്കപ്പെട്ടു. മനുഷ്യന്മാരെ കണ്ണുക്ക് ഭംഗിയായി കാണ്ട് എന്തിരെ ഒന്ന് അങ്ങനെ തടിയിച്ചൊട്ടുകുല പിർസ ഏതായിട്ടിക്കട് തടിയിച്ച ഒന്ന് പെണ്ണുങ്ങളായിട്ടിക്കട്, ഒന്ന് ഒരുമിച്ച് കൂട്ടുന്ന സ്വത്തുകളായിട്ടിക്കട്. പിന്നെ അള്ളാഹു താല വിവരിക്കുന്നത് ബംഗാറ് വെള്ളിയിൽ നിന്ന് ഒരുമിച്ച് കൂട്ടിയ സ്വത്തുകൾ, അതുപോലെ നല്ല കുതിരയായിട്ടായിട്ട് സ്വത്ത്. കുതിര ചെന്നെങ്കിൽ പല കാലത്തെ വാഹനതായിട്ടിക്കട്. അവ വാഹനങ്ങൾ, പിന്നെ ആട്, പൈ, വണ്ട, കൃഷി, അതൊക്കെ ദുനിയാവിൽ അങ്ങക്ക് ഭംഗിയായി കാണിക്കപ്പെട്ടത്. അതൊക്കെ ദുനിയാവുടെ ജീവിതത്തെ ചറക്കായിട്ടിക്കട്. അള്ളാന്റെ അടുക്കൽ നല്ല വടക്കമുണ്ട്. അപ്പോൾ ഇതിന്നതൊന്നും മോശമായിട്ട് അർത്ഥമല്ല. ഇതൊക്കെ ആഖിറത്തുക്ക് വേണ്ടി ഉപയോഗിക്കണം എന്ന് ചൊല്ലു. ഒരാൾക്ക് സ്വത്തും സമ്പത്ത് എന്നിട്ട് അതൊരു ആഖിറത്ത് വേനായിട്ട് ഉപയോഗിച്ചെങ്കിൽ അത് ഖൈറ് തന്നെ ആയിട്ടിക്കട്. പക്ഷേ യാറത്തൊന്നും എന്താവില്ല, ആഖിറത്തുക്ക് വേണ്ടി ഉപയോഗമാക്കില്ല. ഉപയോഗമാക്കാണ്ടിരിക്കുമ്പോഴത്തേക്ക് അതുകൊണ്ട് അവനക്ക് ലാഭമൊന്നുമില്ല, അവനക്ക് നഷ്ടം തന്നെയായിട്ടിക്കല്. സൂറത്തു ആലു ഇമ്രാന്റെ 14-ാമത്തെ ആയത്ത് നമുക്ക് ആയത്ത് നോക്കാം. സുയ്യുന ലിന്നാസി ഹുബ്ബു ഷഹവാത്ത്, അതാ മനുഷ്യന്മാർക്ക് ഭംഗിയായി കാണിക്കപ്പെട്ടു. ഹുബ്ബു ഷഹവാത്ത്, ഷഹവാത്തിരൊട്ടുക, തടിയിച്ചരട്ടുകുള്ള പിർസ. ഏതായിട്ടിക്കട് തടിയിച്ചരട്ടുകുള്ള പിർസ? മിനന്നിസ, ഒന്ന് പെണ്ണുങ്ങൾ. അത് മനുഷ്യൻ ആഗ്രഹിക്കട ഒന്നായിട്ടിക്കട്, പെണ്ണിടെ കൊണ്ട് സുഖിക്കുക എന്നുള്ളത്. പിന്നെ വൽ ബനീൻ, ആൺമക്കൾ. അതായത് സാധാരണ ആൺമക്കൾ ഉണ്ടാവുക എന്നുള്ളത് മനുഷ്യന്മാർ ആഗ്രഹിക്കട്ടെ, അങ്ങനെ കൊണ്ട് സമ്പത്ത് കിട്ടുക എന്നതുകൊണ്ടായിട്ടിരിക്കണം. വൽ കനാത്തീരിൽ മുഖന്തറത്തി, പിന്നെ ഒരുമിച്ച് കൂട്ടപ്പെട്ടതായ സ്വത്ത്, ഒരുപാട് സ്വത്തുകൾ എന്നായിട്ടിക്കട് കനാത്തീരത്താണ്. മിന ദഹബി വൽ ഫിദ്ദത്തി, ബംഗാറ്, വെള്ളി, വൽ ഖൈലിൽ മുസവ്വമ, പഠിപ്പിക്കപ്പെട്ട കുതിര എന്നായിട്ടിരിക്കുന്നത്. അതായത് ചന്തത്തും അലങ്കാരത്തും യാത്ര ചെയ്യുവാനായിട്ട് പലതരക്കത്ത് കുതിരകളുണ്ട്. പല കാലത്ത് രാജാക്കന്മാരൊക്കെ ആഡംബരത്തും ചന്തത്തും ഭംഗിയും ഇണ്ടും എന്തായിട്ടിരിക്കുന്നത്. ഗവൺമെൻറ്, ചില ഗവൺമെൻറ്റുകളൊക്കെ കുതിര പലതരണ്ടിരിക്കുന്നത്. അതൊരു ആഡംബരമായിട്ടിരിക്കുന്നത്, അതൊരു ചന്തമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടത് വാഹനം എന്നായിട്ടിരിക്കുന്നത്. അപ്പം നല്ല നല്ല വാഹനങ്ങൾ, നല്ല ബംഗാറ്, വെള്ളി, ഇതൊക്കെ ഒരുമിച്ച് കൂട്ടി വെക്കട എന്നുള്ളത് മനുഷ്യന്മാർക്ക് ഒരു ഷഹവാത്തായിട്ടിരിക്കണം. അതായത് വാഹനം മോശമുണ്ട് എന്നല്ല, വാഹനം കൊണ്ട് നല്ലതൊക്കെ ഉപയോഗമാക്കി ആഖിറത്തിൽ പ്രതിഫലമുണ്ട്. ബംഗാറും വെള്ളി അങ്ങനെ തന്നെ. വൽ അൻആമി, അതാ അൻആം ചെന്ന ആട്, പൈ, വണ്ട, ഇതല്ല. വൽ ഹർത്ത്, കൃഷി. ദാലിക മതാഉൽ ഹയാത്തി ദുനിയാ, ഇത് ദുനിയാവുടെ ജീവിതത്തെ ചറക്കായിട്ടിരിക്കും. ഇതിൽ ദുനിയാവ് സുഖിക്കട ഒന്നായിട്ടിരിക്കും. വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്, അള്ളാന്റെ അടുക്കൽ നല്ല മടക്കമുണ്ട്. അപ്പം ഇതെല്ലാം എന്ത് എന്നത് കൊണ്ടിട്ട് ഇതിലെ പിറവത്തെ മാത്രം പോയി ബാക്കിയാവണ്ട, ആഖിറത്തുക്ക് വേനായി അമർ ചെയ്യും, അള്ളാന്റെ അടുക്കൽ നല്ല പ്രതിഫലമുണ്ട് എന്നായിട്ടിരിക്കൽ ഈ ആയത്തിൽ അള്ളാഹു തആല വിശദീകരിക്കൽ. ആലു ഇമ്രാനിൽ 14-ാമത്തെ ആയത്ത്. വഖാല തആല യാ അയ്യുഹന്നാസു ഇന്ന വഅദല്ലാഹി ഹഖ് ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. ഓ ജനങ്ങളെ, അള്ളാഹുടെ വഅദ, അള്ള ഇങ്ങനെ ആക്കിടാൻ ചൊല്ലുന്നത് അത് ഹക്കായിട്ടിക്കട്. സ്വർഗമുണ്ട്, നരകമുണ്ട്, മരണമുണ്ട്, ആഖിറമുണ്ട്, ഹിസാബുണ്ട്, ഇതെല്ലാം അള്ളാഹുടെ വഅദ, അത് ഹക്കായിട്ടിക്കട്. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, ദുനിയാവുടേതായ ജീവിതം നിങ്ങളെ വഞ്ചനയിൽ കൊടുക്കാണ്ടിക്കട്ടെ. വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ, ശൈത്താനും നിങ്ങളെ വഞ്ചനയിൽ കൊടുക്കാണ്ടിക്കട്ടെ. ഇപ്പൊ ദുനിയാവുടെ പിറവത്ത് പോയിട്ടും ശൈത്താന്റെ പിറവത്ത് പോയിട്ടും നിങ്ങൾ വഞ്ചനയിൽ പെട്ടു പോവണ്ട, അള്ളാഹുക്ക് വേണ്ടി അമൽ ചെയ്യൂ എന്നായിട്ടിക്കട് സൂറത്ത് ഫാത്തിറിലെ 5-ാമത്തെ ആയത്ത്. വഖാലത്താൽ, എന്നതായത്ത് കൊണ്ടുവൻ അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. അൽഹാക്കും, നിങ്ങളെ ഷുഗൂലാക്കിട്,
നിങ്ങൾ ബാക്കിയായി തക്കാസുർ തക്കാസുറിൽ ബാക്കിയാക്കി തക്കാസുർ നിങ്ങളെ ബാക്കിയാക്കി തക്കാസുർ എന്നെങ്കിൽ സമ്പത്ത് ഒരുമിച്ച് കൂട്ടരെ പിന്നെയും ആക്കടെ അതിലേ നിങ്ങൾ ബിസി ആയിടാറ് ഹത്ത സുറുത്തുമുൽ മക്കാബിർ നിങ്ങൾ മക്ബറ ഖബർസ്ഥാനിക നിങ്ങൾ എത്ര ഒത്തോളൂ ഖബർസ്ഥാനിക നിങ്ങളെ കൊണ്ടുപോയി വിൽക്കട ഒത്തോളൂ കല്ല സൗഫ താലമൂൻ കാര്യം അങ്ങനെയല്ല ശേഷം നിങ്ങൾക്ക് ഗൊന്താവുള്ളൂ സുമ്മ കല്ല സൗഫ താലമൂൻ പിന്നെ ചൊല്ല് ഇത് കാര്യം അങ്ങനെയല്ല നിങ്ങൾക്ക് ഗൊന്താവുള്ളൂ നിങ്ങൾ പേരിച്ചതുപോലെയല്ല കല്ല ലൗ താലമൂന ഇൽമുൽ യഖീൻ ഇൽമുൽ യഖീൻ കണ്ണാരെ കണ്ട് ഗൊന്താവിടെ എനിക്ക് വിഷയം അപ്പം മരിച്ചാൽ പിന്നെ ഇപ്പം അദാബുണ്ട് ഖബറിൽ ശിക്ഷയുണ്ട് ഖബറിൽ നിഅമത്തുണ്ട് ഖബർ ജീവിതം അങ്ങനെയായിട്ട് ഇവിടെ മഹ്ശറ ഇതൊക്കെ കണ്ട് അറിയുടെ ഒരു സന്ദർഭമുണ്ട് മരണത്തിൽ പിന്നെ അത് ഉറപ്പായിട്ടുള്ള അറിവായിട്ട് കിട്ടും ഇപ്പം കേട്ടിട്ട് അറിവായിട്ട് കിട്ടും വഖാല തആല അതാ പിന്നറായത് വമാ ഹാദിഹിൽ ഹയാത്തു ദുനിയ ഇല്ലാ ലഹ്വും വലഇബ് ഈ ദുനിയാവുടെ ജീവിതം ലഹുവും ലഹിബായിട്ട് ലഹു ചെന്നെങ്കിൽ ആവശ്യമില്ലാത്തതിൽ സമയം ചെലവാക്കടെ ലൈബ് എന്നുള്ളത് ആവശ്യമില്ലാത്തതിൽ ബുദ്ധിമുട്ട് കളിക്കലേ ലൈബ് ചെന്നെങ്കിൽ കളി ഇപ്പം മക്ക കളിക്കല് എന്തോരം ആവശ്യമില്ലാത്തതിലായിട്ട് അതുപോലെ ലഹുവും ലൈബായിട്ട് വൈനദ്ദാറൽ ആഖിറത ലഹിയൽ ഹയവാൻ ആഖിറം എന്നുള്ള ആ വീട് അതായിട്ട് യഥാർത്ഥ ജീവിതം ലൗകാനു യഅലമൂൻ അങ്ങ് മനസ്സിലാക്കിടറുണ്ട് കണ്ടെങ്കിൽ അങ്ങ് അറിയിടറുണ്ട് കണ്ടെങ്കിൽ അങ്ങ് ഗൊന്താവറുണ്ട് കണ്ടെങ്കിൽ ആഖിറമായിട്ട് യഥാർത്ഥ ജീവിതം അൻകബൂത്തിൽ 64 വൽ ആയാത്തു ഫിൽ ബാബി കതീറ മഷ്ഹൂറ ഈ ആയത്തിൽ ഒരുപാട് ഈ വിഷയത്തിൽ ഒരുപാട് ആയത്തുകളുണ്ട് ഇവിടെ ഞങ്ങൾ ആ ചൊന്ന ആയത്തുകൾ 2 ക്ലാസ്സായിട്ട് വിശദീകരിച്ച് വഅമ്മൽ അഹാദീസു ഫഅക്സറു മിൻ അൻ തുഹ്സറ ഇതിനെ സംബന്ധിച്ചുള്ള ഹദീസുകളും ഒരുപാടുണ്ട് എണ്ണി തീർക്കാത്തത്രണ്ട് അനുനബ്ബിഹു ബി തറഫിൻ മിൻഹാ അലാ മാ സിവ ഒരുപാട് ഹദീസുകളുണ്ട് ഇതിൽ നിന്ന് ഇൻഷാ അല്ലാഹ് കുറേ നമുക്ക് വിശദീകരിക്കാം എന്നായിട്ട് ഇമാം നവവി റളിയല്ലാഹു അൻഹു ചൊല്ലുക ഇൻഷാ അല്ലാഹ് ഈ ഹദീസുകളായിട്ട് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം